കുട്ടനാട് വെള്ളം ഇറങ്ങുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ പൊഴി മുറിച്ച് ഫലപ്രദമായിട്ട് വെള്ളം അറബിക്കടലിലേക്ക് ഒഴുക്കിയപ്പോൾ കുട്ടനാട് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോഴും തിയറിയെല്ലാം വിശദീകരിക്കുന്നുണ്ട്, പക്ഷേ വെള്ളം ഇറങ്ങുന്നില്ല. വെള്ളം ഇറങ്ങണമെങ്കിൽ പൊഴി മുറിക്കണം. പൊഴി മുറിക്കാൻ ആവശ്യമായ ഫലപ്രദമായ ഇടപെടൽ ഇപ്പോഴും നടക്കുന്നുമില്ല. ഒരേ JCB എല്ലാം കൊണ്ടുപോയിട്ട് മുറിക്കാൻ നോക്കുക, എവിടെ മുറിക്കാനാ? അപ്പോൾ കുട്ടനാട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. വെള്ളം മഴ പെയ്തില്ലെങ്കിലും അത് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതല്ലേ? അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ ഇടപെടണ്ടേ? പൊഴി മുറിക്കുന്നതിന് ആവശ്യമായ നിലപാട് പൊഴി മുറിക്കാതെ കൊണ്ടല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാവണ്ടേ? പൊഴി മുറിച്ചപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലല്ലോ കുട്ടനാട്. ഇപ്പോൾ ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട് എല്ലാം വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിലാണുള്ളത്, വീടുൾപ്പെടെ. ഇതിനൊന്നും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഒരു ജനകീയ സംരംഭം അവരാരും പറയുന്നുമില്ല. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. കഴിഞ്ഞ പ്രാവശ്യം 18-19 അനുഭവം നമുക്കുണ്ടല്ലോ. വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവർ ക്യാമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ക്യാമ്പുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ പോയിട്ട് ദുരിതത്തിൽ കിടക്കുന്നവരെ സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ജനകീയമായൊരു പിന്തുണ നേടാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രി അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഒരാളുടെയും സഹായം വേറെ വേണ്ടെന്നാണ്. MLA പോലും വിളിക്കുന്നില്ല അവലോകന യോഗത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആരും വേണ്ട, ജനപ്രതിനിധികളും വേണ്ട, അല്ല ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കാര്യം ചെയ്തുകൊള്ളുന്നതാണ്. ക്യാമ്പുകളിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് പല സ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് നമുക്കറിയാം. CPIM-ൻ്റെ പ്രവർത്തകർ ഈ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം സന്നദ്ധ പ്രവർത്തകർ എന്ന രീതിയിൽ ഫലപ്രദമായിട്ട് ഇടപെട്ട് സഹായിക്കണം. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന സാഹചര്യം ഒരുക്കേണ്ട ഗവൺമെൻറ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അത് റവന്യൂ ആയാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതുപോലെ തദ്ദേശ സ്വയംഭരണ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാറ്റിനെയും ഏകോപിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാത്തതിൻ്റെ ദുരന്തമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് എന്നതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം.